എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാലിഫോർണിയയിലെ എസ്പാർട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൽമണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആൽമണ്ട് എല്ലാം പിക്ക് ചെയ്ത് ലോഡ് ചെയ്തതെല്ലാം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ തിരിച്ചുള്ള യാത്ര ഇവിടുന്ന് തുടങ്ങിയാണ്. നമ്മൾ പോകുന്നത് നെവാഡയിലെ റെനോ ഫേൺലിയൊക്കെ കൂടി നമ്മുടെ ഇൻഡർസ്റ്റേറ്റ് 8 എന്ന് പറയുന്ന റൂട്ടിൽ കൂടെ. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കിഡിലൻ ആൽമണ്ട് തോട്ടത്തിൻ്റെ സൈഡിലാട്ടോ. ഇത് റോ ആൽമണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് റോ ആൽമണ്ട്. എന്നാ കിഡിലനല്ലേ. നമ്മുടെ നാട്ടിലെ അമ്പഴങ്ങയൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് കണ്ടിട്ട് ഒരു ഫീൽ ചെയ്യുന്നു, ആ ഒരു ടെക്സ്ചർ. അല്ല ഇനിയിപ്പോൾ ഒന്നും എന്താ കൺഫേം എന്ന് പറഞ്ഞാൽ പേപ്പറല്ലേ ഉള്ളൂ. പേപ്പർ അല്ലെങ്കിൽ കൺഫേം അല്ലെങ്കിൽ അടുത്ത ഏരിയ നമ്മൾ അയച്ചു കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ. അല്ല ഇപ്പം വേറെ ഇവിടെ ഇറങ്ങി പോടാന്ന് പറഞ്ഞോ ലോഡൊക്കെ എടുത്തിട്ട് ഇവിടെ എന്നാ കാണിക്കാൻ നോക്കിയിരിക്കും. ഇപ്പം അവർ ഒരു പാഴ്സൽ വേണം, 2 പാഴ്സൽ നിന്ന് തർക്കം നടക്കുമായിരിക്കും. അപ്പം അതായിരിക്കും നോർമലി ഒറ്റ പാഴ്സ് മതി. എന്തായാലും നമ്മുടെ 2 പാഴ്സ് വേസ്റ്റ്. ഈ 2 പാഴ്സ് ഉണ്ടാക്കിയുള്ള കുഴപ്പം അറിയോ, ഒരെണ്ണം ക്ലിയർ ആവും ഒരെണ്ണം ക്ലിയർ ആവത്തൂല്ല. പക്ഷെ ഇതിപ്പം മറ്റേ ബോണ്ടി പോകത്തുമില്ല. അതെ, ഒറ്റ എണ്ണമാണെങ്കിൽ ഒന്നിച്ചങ്ങ് പൊക്കണേ. നല്ല തിരക്കില്ലാത്ത വഴികള്, സമാധാനമായിട്ട് നല്ലൊരു ക്ലാസിക് കാറോ ബൈക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഓടിച്ച് രസിച്ചങ്ങ് പോവാം. ഇത് കണക്ട് ചെയ്ത് വേറെ അങ്ങോട്ടൊന്നും അധികം പോകാത്തോണ്ടാണ്. ചിലടത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നിടത്തെല്ലാം വണ്ടി ഇടയ്ക്ക് വരുമല്ലോ. തിരക്ക് പറഞ്ഞ റോട്ടിൽ കൂടെ കുത്തിക്കേറ്റ് ഹൈവേന്ന് ഇറങ്ങി ഇത് പിന്നെ വേറെ അങ്ങോട്ടൊന്നും അധികം കണക്ട് ചെയ്യുന്നില്ല, ചെറിയ വഴികൾ തന്നെ ഉള്ളൂ. അതെ, ഇവിടെ എല്ലാം പണിയുന്ന മുഴുവൻ മെക്സിക്കൻസാണ്. തീർച്ചയായിട്ടും വേറെ ആര് പണിയാണ്. വെള്ളക്കാരെല്ലാം വല്ല ടിപ്പറോ ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് അതൊക്കെ കയറിയിരുന്നു ഉരുട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഉരുട്ടിക്കൊണ്ട് പോകും. അല്ലാതെ തുമ്പം കമ്പൊന്നും എടുത്ത് അമര പണിയല്ല. ഈ എനിക്കൊന്ന് ഗ്രേപ്സിന് മുന്തിരിയുടെ ഒക്കെ തോട്ടത്തിൽ അതിങ്ങനെ കട്ട് ചെയ്ത് വിടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ മെഷീനിൽ ചെയ്യാൻ പറ്റിയല്ലോ, അത് മാനുവലായിട്ട് തന്നെ നോക്കി കട്ട് ചെയ്യേണ്ട സംഭവം. ആ മുന്തിരിയൊക്കെ നല്ല റൈറ്റ് സമയം കേട്ടോ, അങ്ങനെ തളിരായിട്ട് നിൽക്കുക. ഇപ്പൊ അതിന്റെ ചെറിയ ഇത് കണ്ടില്ലേ, മുന്തിരിയുടെ അതിന്റെ കൊലയുടെ ചെറിയ പൂ വിട്ട് അത് ചെറിയ ഇതായിട്ട് വരുന്നു. ഇലകളൊക്കെ ആണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട്. അല്ല അത് മുഴുവൻ ഒരു ഇത് പ്രൂൺ ചെയ്ത് വെക്കും. ആ മെയിൻ തണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ കട്ട് ചെയ്ത് കളയും. പിന്നെ അവിടുത്തെ ഇപ്പൊ വരുന്ന പുതിയ ആ ഇവിടുത്തെന്നാണ് പൂവും കായും എല്ലാം നീണ്ടു നിൽക്കുന്നത്. കട്ട് ചെയ്യണേനാണ് പ്രൂണിങ് എന്ന് പറയുന്നത് അല്ലേ. ആ നീണ്ടു നിൽക്കുന്നതിനൊന്നുള്ളല്ല, അത് പ്രൂൺ ചെയ്ത് കൊടുത്താലേ അതിന്റെ പ്രോപ്പർ പുതിയ തളിരയിലാണ് ഇപ്പൊ ഇത് വരുന്നത്. പഴയത് കടന്നു കഴിഞ്ഞാൽ പഴയത്തെ പിന്നെ അതിന് ആരോഗ്യക്കുറവായിരിക്കും പഴയതിന്. അപ്പൊ നമ്മളത് കുറ്റിയായിട്ട് അതിപ്പോ മരത്തിന്റെയും പ്രൂൺ ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മളവിടെ കാനഡയിലൊക്കെ ആണെങ്കിൽ ആപ്പിൾ മരത്തിന്റെ പ്രൂൺ ചെയ്യാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ കാപ്പിയുടെ ഒക്കെ പ്രൂണിങ് പിന്നെ വണ്ട വെട്ടി ഇങ്ങനെ ഒരേ ലെവലിൽ നിർത്താൻ വേണ്ടി നമ്മളെ ഈ മൊത്തത്തിൽ ഇല വെട്ടി ചില്ലകൾ വെട്ടി നിർത്തണം. ചില്ലകൾ വെട്ടും മെയിൻ, അതായത് കാപ്പി ഇങ്ങനെ പന്തൽ പോലെ കിടക്കും ശരിക്കും നമ്മുടെ ഇങ്ങനെ ഒരു പൊക്കത്തില്. കാപ്പി ചുമ്മാ അല്ലെങ്കിൽ ചുമ്മാ കാട് പോലെ ഇങ്ങനെ കയറും. അതിങ്ങനെ വെട്ടിയിടും, മണ്ട മോള് വശം വെട്ടിയിടുമ്പോൾ സൈഡ് വരുന്നത് മുകളിലോട്ടുള്ള വെട്ടിവിടും, സൈഡിലോട്ടുള്ള ഇങ്ങനെ പന്തൽ പോലെ വിരിഞ്ഞു നിൽക്കും. എന്നിട്ട് പലതിനെ കണക്ട് ചെയ്യുമ്പോൾ അടി മൊത്തം ഇങ്ങനെ ശരിക്കും കാപ്പിത്തോട്ടം കിടക്കുന്ന അങ്ങനെ. അപ്പൊ അത് വെട്ടുമ്പോ ഒറ്റ കുഴപ്പമുള്ളൂ, പിന്നെ ഈ നമ്മുടെ നാട്ടിൽ പറയും പക്കം നോക്കി വെട്ടുകയെന്ന് പറയും. എന്നാ പക്കം നോക്കിയോ? അല്ലെങ്കിൽ ഇത് കുത്തൽ വീണു പോകും തടിക്ക്. അതായത് ഈ മറ്റേ നമ്മൾ പറയാം കർത്തവാവും വെളുത്തവാവും വരികയല്ലേ. ഈ കർത്തവാവിന് ഒരു ദിവസം അതിന്റെ ആ എണ്ണം ഞാൻ മറന്നുപോയി, ഒരു ദിവസം മുമ്പും അത് കഴിഞ്ഞിട്ടും ആ സമയങ്ങളിൽ വെട്ടരുത്. ആ സമയത്ത് വെട്ടിക്കഴിയുമ്പം ഈ വെട്ടുന്ന കാപ്പിയുടെ ഏത് മരത്തിൻ്റെയാണേലും അതിന് കുത്തൽ വീഴുന്ന് പറയും. അതേസൈസ് ഒരു ഇത് കയറിയിട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ചെറിയ പൊടിയായിട്ട് അത് നശിച്ചു പോകും. അത് ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ വേറെ ആയിരിക്കും പറയുന്നത്. നമ്മളിപ്പോ മേപ്പിൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മേപ്പിൾ മരം വെട്ടിയപ്പോൾ ഇതുപോലെയാ, പക്കം നോക്കാതെ ചുമ്മാ ഇവിടുത്തെ കലണ്ടറിലൊന്നും അതൊന്നും ഇല്ലല്ലോ. പുമ്മ വെട്ടി കഴിഞ്ഞപ്പോ തന്നെ ആ കുറ്റി മൊത്തം ഇത് കയറി വന്നില്ല. അതും മറ്റേ ഇതുപോലെ പോയി നമ്മുടെ വീട്ടിലാ. അത് ഇവർക്ക് വേറെ രീതിയിലുണ്ട് സംഭവം. മറ്റെന്തെങ്കിലും കാൽക്കുലേഷനോ അല്ല, കർത്തവാന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് രണ്ടാമത്തെ പ്രഗ്നന്റ് ആയിരുന്നപ്പം ഇങ്ങനെ ബ്രാംഡനിൽ ചെന്നപ്പോൾ ഇതായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര തിരക്ക്. ഇതിന്റെ
അപ്പൊ അവിടെ ഇരിക്കുന്ന ഇന്ന് ഇതുപോലെ ആൾക്കാർ വരുന്നേ, ഇന്ന് ഇതുപോലെ ഒരു കാരണം എല്ലായിടത്തും നിറഞ്ഞത്. അന്നേരമാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു പുള്ളിക്കാരത്തിന്റെ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇവിടെ ഒരു വയസ്സായ ഒരു പുള്ളിക്കാരത്തുണ്ട്. അപ്പൊ ആ പുള്ളിക്കാരത്തേക്ക് എനിക്ക് ആ പുള്ളിക്കാരത്തി കൂർഗുകാരത്തി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞിങ്ങനെ വാവ് അതുകൊണ്ടാണ്, അതായത് ഈ കറുത്തവാവ് വെളുത്തവാവിന് ഇത് വരുമ്പം ഇങ്ങനെയുള്ള ഗർഭിണികൾക്ക് നോവ് കൂടും, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പൊ അന്ന് അവിടെ വന്ന നേഴ്സുമാർക്ക് അറിയത്തില്ല ഇതെന്നാകാ. അങ്ങനെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. സാറേ, നമ്മുടെ റോക്കി എന്ന് പറഞ്ഞ നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ടീമായിട്ട് പോകുമ്പോൾ ആർക്കെങ്കിലും പോകുന്ന വഴിക്കൊരു സിക്കോ എന്തെങ്കിലും വന്നാൽ മുന്നോട്ടുള്ള യാത്ര അതെങ്ങനെ ബാധിക്കും, എങ്ങനെ സോൾവ് ചെയ്യും? സിക്ക് എന്ന് പറഞ്ഞാൽ എമർജൻസി ആണെങ്കിൽ മറ്റേ 911 പോലെ വിളിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കെല്ലാം ട്രാവൽ ഇൻഷുറൻസ് ഉള്ളവരാണ്. അതെ. അപ്പം എമർജൻസി ആയിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പൊ ചങ്കുവേദന പോലെ എന്തെങ്കിലുമൊക്കെ വന്നു, അങ്ങനെയുള്ളതാണ് നമുക്ക് ഷോർട്ടിലോട്ട് മാറ്റുന്നു, 911 വിളിക്കുന്നു. താങ്ങാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സ്പേസ് ഉണ്ടോ, ഈ ഇടതടവല്ലാത്ത ഒരു വെള്ളവരയില്ല, അതിന്റെ അപ്പുറമുള്ള സ്ഥലത്തേക്ക് അങ്ങ് നിർത്തി നേരെ 911 വിളിക്കുന്ന എമർജൻസി ആംബുലൻസ് വരുന്നു, നേരെ പൊക്കിക്കൊണ്ട് ഇമ്മീഡിയറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നു അല്ലേ. അതവിടെ ഡീൽ ചെയ്യുന്നു. അപ്പൊ ഈ നമ്മുടെ ഇൻഷുറൻസ് കവർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി അപ്പത്തെ ചെലവുകളെല്ലാം എടുക്കും, എന്നിട്ട് പിന്നീട് ഇൻഷുറൻസിൽ നിന്ന് അത് ക്ലെയിം ചെയ്യും. എന്നിട്ട് നാച്ചുറലി ആശുപത്രിയിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒന്നെങ്കിൽ ഇപ്പൊ പെട്ടെന്നൊക്കെ എമർജൻസി ആകുമ്പോൾ എന്തായാലും പെട്ടെന്നുള്ള പരിപാടി ആയിരിക്കുമല്ലോ. അപ്പൊ ടീം ഡ്രൈവർ കണ്ടിന്യൂ ചെയ്യും, എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ അല്ലെ നമ്മുടെ കമ്പനിയുടെ ട്രക്കുകൾ മറ്റേതെങ്കിലും ഒക്കെ തിരിച്ചു പോകുമ്പോഴത്തേക്കും അവരോടെ കയറി ഒന്നെങ്കിൽ തിരിച്ചു പോകും, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഓടും, അല്ലെങ്കിൽ ചിലപ്പോൾ സിംഗിൾ ആയിട്ട് ഓടാൻ വണ്ടി ഇല്ലല്ലോ. അല്ല ഇപ്പം വഴി സംഭവിക്കുമ്പോഴല്ലേ അല്ല നാച്ചുറലി സിക്ക് അല്ലാത്തവൻ സിംഗിൾ ആയിട്ട് ലോഡ് കൊണ്ട് പോകും. ഈ സിക്കായ ആള് അതും പിന്നെ ചിലപ്പം ഇതില് ഫ്ലൈറ്റ് ഉൾപ്പെടെ ചിലപ്പം ഈ ഇൻഷുറൻസ് ക്ലെയിം ഇതാവും. അപ്പൊ എമർജൻസി ആയിട്ടുള്ള അങ്ങനെയുള്ളതൊന്നും പിന്നെ ട്രക്കെ നോർമലി കൊണ്ടുപോയല്ലോ, മിക്കവാറും ഫ്ലൈറ്റിനായിരിക്കും. കാരണം പെട്ടെന്ന് 1-2 മണിക്കൂറുകളിൽ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് കയറ്റി എമർജൻസി ആണെന്നുണ്ട് തിരിച്ച് എത്തിക്കും. ഇനിയിപ്പോ അതൊന്നുമല്ല എന്ന് പറയുമ്പോഴത്തേക്കും എമർജൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ടോളറൻസ് ലെവലാട്ടോ. നമ്മള് ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും അങ്ങനെയൊന്നും അവധി എടുക്കാറൊന്നുമില്ല. തീർത്തും ക്ഷീണമാണെങ്കിൽ കുറച്ച് നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കും. അതെ, നമ്മള് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ജോമറ്റോയുടെ കൂടെ ഓടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എന്തോ ഒരു വൈറൽ ഫീവർ വന്നിട്ട് ഒരാഴ്ചത്തോളം ഇതല്ലേ ഒരാഴ്ചത്തോളം ഇങ്ങനെ മേലുവേദനയും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഭയങ്കര ബോഡി പെയിനാ. എന്നിട്ട് നേരെ ഇരിക്കാൻ പോയോ, ചുമക്കുമ്പോഴൊക്കെ അങ്ങ് ഡയഫ്രത്തിനൊക്കെ ഭയങ്കര വേദനയാ. എന്നിട്ടും നമ്മൾ വണ്ടി ഓടിച്ചു. നമ്മള് ഏത് ഷിഫ്റ്റ് കഴിയുമ്പോഴേക്കും നേരം മടങ്ങിക്കൂടി ബെഡിലേക്ക് അങ്ങ് വീഴുക, പക്ഷെ കസേരയിലേക്ക് അങ്ങ് ഇരിക്കുക ഈ പൊസിഷനിൽ. എന്നിട്ട് വണ്ടി ഓടിച്ചു. അതായത് സീറ്റ് ഇരുത്തി കഴിഞ്ഞാൽ ഓക്കെ, വേറൊന്ന് എണീറ്റ് നിൽക്കാനോ ഒന്നും പറ്റിയല്ല. അപ്പൊ അതുപോലത്തെ കാര്യങ്ങളിലെല്ലാം നമ്മൾ മാക്സിമം വണ്ടി ഓടിക്കുക. നമ്മളാരും അവധി എടുക്കുകയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവധി എടുത്ത ഒരാഴ്ചത്തെ ശമ്പളം അങ്ങ് പോകും. അല്ലെ പിന്നെ അതുപോലെ പറ്റിയാതെ വരണം. അതെ, നമ്മളാണെങ്കിൽ ഇമാരി 3 ബോർഡ് വെച്ചേക്കണോണ്ട് ഒന്നും കാണത്തില്ല അല്ലേ. ശരിയാണ്. അപ്പൊ ആലോചിച്ച് നോക്കി. അല്ല അവിടെ നിന്ന് നോക്കിയാൽ മതി. അല്ല ഞാൻ പറഞ്ഞേ, അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഇതാണ്ട് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ചെറിയ ബോർഡുകൾ ഉണ്ടോ, അത് കാരണം നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളെ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ പറയുന്നത് നമ്മുടെ നാട്ടില് വലിയ ഹോർഡിങ്ങുകളാ ഏത്. അപ്പൊ ആലോചിച്ച് നോക്കി എന്ത് വിസിബിലിറ്റിയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത്. അതെ 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 എന്ന് പറഞ്ഞാൽ എന്നിട്ടും വണ്ടികൾ ഓടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വണ്ടികൾ ഓടിക്കുന്നുണ്ട്. അപകടങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടും. കാരണം ഇന്നാള് മറ്റേ നാട്ടിൽ പറഞ്ഞ പോലെ ഇവിടെ മറ്റേ പിള്ളേരെ വെക്കുമ്പം കാർ സീറ്റിലല്ലേ വെക്കുന്നത്, നാട്ടിൽ കാർ സീറ്റ് വെക്കുന്നില്ലല്ലോ. എന്നാൽ പോലും അവിടെ ഈ ആക്സിഡന്റിന്റെ പെർസെന്റേജ് വെച്ച് നോക്കുമ്പോഴും അവിടെ ഉള്ളവരും ജീവിച്ചു പോകുന്നുണ്ട്. അതെ, കുഴപ്പമില്ല. അല്ല നമ്മൾ ചില സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ചിലർക്കാണേലും ഇങ്ങനെ പെട്ടെന്നുള്ളൊരു തരം ഭിന്ന അവൻ്റെ ഒക്കെ അമേരിക്ക ഇവിടെയൊക്കെ തന്നെ ആൾക്കാർ ജീവിക്കുന്നില്ല എന്നുള്ള ഒരു സാധനം വരുവേ. പക്ഷെ പ്രോഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളിതുപോലെ കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ ഏതാണ് ഏറ്റവും ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും
ഗുണകരമായിട്ട് ഈ വിദേശത്തുള്ളവർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ കൺട്രി ഇപ്പോഴും ഡെവലപ്പിംഗ് ആയതുകൊണ്ട് ഇത്രയും നല്ല എക്സാമ്പിൾസ് ഉണ്ട് ചുറ്റും വേൾഡ് വൈഡ്. ഏത് ഇന്ന സ്ഥലത്തെ എക്സാമ്പിൾ നോക്കാം, അല്ലെ ഇപ്പൊ ഇന്ന സ്ഥലത്തെ എക്സാമ്പിൾ നോക്കാം, അങ്ങനെ വേണേ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അവിടുത്തെ ഇവിടുത്തെ എല്ലാം കമ്പയർ ചെയ്യാം. ഇതിന്റെ ഏറ്റവും നല്ല സാധനങ്ങൾ എടുക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ സിസ്റ്റം ഉള്ള കൺട്രികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് നല്ല നല്ല ഏതാണ് നല്ല ആശയം എടുത്ത് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതും പറ്റും. പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സ്വന്തമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ പറ്റും. ഇപ്പൊ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയും വരുമല്ലോ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് വിദേശ ടൂറൊന്നും പോകാൻ പറ്റൂലല്ലോ. അവിടെ ഓരോ പദ്ധതികൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വിദേശത്ത് പോയി അതൊക്കെ കണ്ടുപഠിച്ച് വരിക എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റൽ പ്രൊസീജിയർ ആണല്ലോ. അതല്ല അത് ഗവൺമെന്റ് ഓരോ ചെറുത്. അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും വരുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിലോട്ടും വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ ചില ഫീൽഡിലൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നല്ല സംഭവത്തെ പരിപോഷിപ്പിച്ച് അതങ്ങ് വ്യാപിപ്പിക്കുന്നില്ലെന്നുള്ളൂ. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നടക്കുന്നുണ്ട് സംഭവങ്ങളൊക്കെ. ഇപ്പോ മറ്റേ എന്നാ പറയാ, ഈ റബ്ബറിന്റെ ഒക്കെ ആണെങ്കിൽ പണ്ട് ഒരുപാട് സംഘങ്ങൾ നമ്മളവിടെ വന്ന് പഠനം നടത്തുമായിരുന്നു. അപ്പൊ നമ്മളത് പ്രോഗ്രസ് ചെയ്യാത്തോണ്ടാണ് നമ്മുടെ അവിടെ ഇതായിപ്പോയെ. അല്ലെങ്കിൽ റബ്ബർ എന്ന് പറയുന്നത് ഇപ്പം അമേരിക്കക്കാരനെ സംബന്ധിച്ചുള്ള റബ്ബർ എന്ന് പറയുന്നത് അവന് റബ്ബർ എന്നുള്ള ഉപയോഗിക്കാന്നുള്ളൂ. ആ സാധനത്തിന്റെ എന്താ പറയാ പ്ലാന്റേഷനും കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണല്ലോ. ആ ക്ലൈമറ്റുള്ള സംഭവം വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇപ്പൊ പറയല ട്രാഫിക് ഭയങ്കര ട്രാഫിക്കാന്ന് പറയും. പക്ഷെ ട്രാഫിക്കില്ലാത്ത രാജ്യം ഏതാ ഉള്ളത്? സത്യം. അത് വണ്ടി കൂടും. അതിന് വേറെ മാർഗം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടില് ഒരു സൈഡ് മുഴുവൻ കടല, ലേക്ക്. അതിലൂടെ ഒരു മാർഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ പകുതി ഇപ്പം നമ്മൾ പറയാം കോട്ടയം ചാനശ്ശേരി പണ്ട് കാലങ്ങളില് മീനിച്ചിലാർ എന്ന് പറയുന്ന ആറിൽ റിവർ വഴിയായിരുന്നു ഒട്ടുമിക്ക സംഭവങ്ങൾ നടക്കുന്നത്. ഇപ്പൊ റിവറിൽ വെള്ളം കുറവാണ്. തന്നെയല്ല ഈ ആഫ്രിക്കൻ പായലും മറ്റു മിക്ക തോടുകളും ഈ ഇൻലാൻഡ് ഇൻലാൻഡ് വാട്ടർ വേസ് മൊത്തം ഇതുപോലെ നശിച്ചു പോയല്ലോ. നശിച്ചത് ഇപ്പം പുനഃക്രമീകരിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എറണാകുളത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴല്ലേ പാലങ്ങളൊക്കെ തുടങ്ങി. മറ്റവിടെ ആ ഉള്ളിലോട്ടുള്ള വൈപ്പിന് ഇങ്ങോട്ടൊക്കെ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പൊ അങ്ങോട്ട് മുഴുവൻ ഈ അതിലെ ഓടുന്ന മറ്റേ KSRTCയുടെ നമ്മുടെ ബസ് പോലത്തെ ബോട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കയറാൻ പേടിയാവും. കാരണം അത് ആ വാട്ടർ മെട്രോ എന്നുള്ളതല്ല പറയുന്നത്, അതുപോലത്തെ പല ഇത് വരും. അപ്പൊ ആ റോഡ് ഇങ്ങനെ ഗതാഗത രീതിയിലാക്കി കഴിഞ്ഞാൽ തന്നെ വ്യത്യാസം വരും. അതായത് ഈ കൊച്ചിയിലൊക്കെ ഗതാഗതം അങ്ങനെ, അത് കൊച്ചിയെ പരിഹരിക്കണം. അങ്ങനെ ഓരോ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ വൈഫിന്റെ വീടിന്റെ അവിടെ തിരുവല്ലയിലൊക്കെ അവിടെ ഈ ചങ്ങനാശ്ശേരി എന്നുള്ള മറ്റേ ഈ ഇൻലാൻഡ് വാട്ടർ വേസ് നദികൾ ഇഷ്ടംപോലെ അവിടെ കനാൽ വഴിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. തണ്ണീർമുക്കം ഇതൊക്കെ ആയിട്ട് അതിലേക്ക്. അപ്പം ഈ വലിയ നമ്മുടെ ഹൗസ് ബോട്ട് പോലത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ, ചരക്ക് അതുപോലത്തെ സാധനങ്ങളിലായിരുന്നു ട്രേഡ് നടന്നതെന്ന്. അത് പണ്ട് ഈരാറ്റുപേട്ട അവിടെ നമ്മുടെ അവിടെ നിന്ന് വരെ സാധനങ്ങൾ പോകുന്ന ഈ മറ്റേ ഹൗസ് ബോട്ടല്ല, പണ്ടത്തെ ചരക്ക് ബോട്ടാ, വള്ളം, കെട്ടുവള്ളം. അവിടുത്തെയാണ് ഈ മറ്റേ നാണ്യവിളകൾ മുഴുവൻ ആലപ്പുഴ ചെല്ലുന്നിട്ട്. ആലപ്പുഴയായിരുന്നു പണ്ടത്തെ തട്ടകം. പണ്ട് വെള്ളത്തിലൂടെയാ, കരയെ കൂടെ അല്ല ഓടുന്നത്, വെള്ളത്തിൽ കൂടെയാ. അല്ല സത്യമായിട്ടും ഈ റോഡ് ഹൈവേ മെയിൻ്റെനൻസ് റെഗുലർ ആയിട്ട് വെക്കുന്ന പോലെ ഈ പോള കയറിയ നശിച്ചു പോകുന്ന നദികളുടെ മെയിൻ്റെനൻസ് കോൺസ്റ്റന്റ് ആയിട്ടൊന്നും നടത്തുക. പിന്നെന്താ വെച്ചാൽ നമ്മുടെ അവിടെ വെക്കുന്ന ബോട്ടിലും ഈ കാര്യങ്ങളിലെല്ലാം കുറെ സേഫ്റ്റിയും. ഇപ്പൊ നമുക്ക് റോഡിലൂടെ ഓടുന്ന കാറുകളെല്ലാം ബ്രാൻഡഡ് ആയിട്ട് ഒരു കമ്പനിയാണല്ലോ ഉണ്ടാക്കുന്നത്. ബോട്ടെന്നൊക്കെ പറയുന്ന അവിടെ ലോക്കൽ ഏരിയയിൽ അവൻ തന്നെ മറ്റേ ഇതൊക്കെ വെൽഡ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പൊ ഹൗസ് ബോട്ടിൽ ഒരു കുഴപ്പമുണ്ട്. ഹൗസ് ബോട്ടിൽ ഇപ്പൊ അധികം ആൾക്കാർ കയറുന്നില്ല. ഒക്കെ ഒരു ഫാമിലി വരുന്നു, അങ്ങനെ ഒരു മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് ശരിക്കും ഇതിന്റെ അടിത്തട്ടില് ഈ പണ്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഈ മറ്റേ കെട്ടുവെള്ളത്തിന്റെ അടിയിലാ. നമ്മൾ ഈ മോളിൽ കാണുന്ന താഴെയാണ് വെയിറ്റ്. വെള്ളത്തിന്റെ ഇപ്പോഴത്തെ ഈ ഹൗസ് ബോട്ടിന്റെ ഒക്കെ കുഴപ്പമെന്ന് വെച്ചാൽ താഴെ വെയിറ്റ് ഇല്ല, പെട്ടെന്ന് മറിയും. അതായത് മറ്റേ ബോട്ടുകളൊക്കെ പെട്ടെന്ന് മറിയുന്നതിന്റെ കാര്യം. നമ്മുടെ നാട്ടിൽ ആൾക്കാർ മുഴുവൻ മോളിൽ കയറി നിൽക്കും. നമ്മുടെ ബോട്ട് മറിഞ്ഞില്ലേ? അപ്പൊ മോളില് ഇതാ, പക്ഷെ താഴെ അതിനുള്ള വെയിറ്റ് വരുന്നില്ല. അപ്പൊ അതുപോലെ സേഫ്റ്റി ഓറിയന്റഡ് ആയിട്ട് ഇത് ബിൽഡ് ചെയ്യാനുള്ള സംഭവം ഉണ്ടാക്കണം. അങ്ങനെ ഒരു ഇപ്പം ഈ വണ്ടികളുടെ ഒക്കെ ചെക്കപ്പ് നടത്തുന്ന പോലെ പ്രോപ്പറായിട്ട് സേഫ്റ്റി മെഷർമെന്റിൽ എടുത്തിട്ട് വേണം ഈ സാധനം ബിൽഡ് ചെയ്യാനും. അങ്ങനെയുള്ള കമ്പനികൾ ബിൽഡ് ചെയ്യുക. ഇതിപ്പോ എന്ന് പറയാൻ മറ്റവിടെ ഏതെങ്കിലും ഒരു എഴുത്തുകാരന് സ്വന്തമായിട്ട് അവന്റെ ഐഡിയയിൽ ഒറ്റ തോന്നലോ അതിന്റെ സേഫ്റ്റി ചെയ്യണമെന്നില്ല. സത്യം. വെള്ളത്തിലിറക്കി മറ്റേ എഞ്ചിൻ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഓടിക്കാം. അപ്പൊ അങ്ങനെയുള്ള ശരിക്കും ഡെവലപ്പ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. പിന്നെ വേറൊരു രീതിയിലുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പം എല്ലായിടത്തും വേണേ ഈ ചെറിയ
വലിയ ഇന്റർനാഷണൽ എയർപോർട്ട്സ് അല്ല വേണ്ടത്. ഈ ബോട്ടിന് കൊമേഴ്സ്യലി ഓടിക്കണമെങ്കിൽ അതിന് ലൈസൻസ് ഒക്കെ വേണ്ടേ? അത് സ്പീഡ് ബോട്ട് പോലെയുള്ള ഇങ്ങനെ അത് ബ്രാൻഡഡ് ആണോ? ഞാൻ പറഞ്ഞ ഹൗസ് ബോട്ട് പോലെയുള്ള ഹൗസ് ബോട്ടിനൊക്കെ ലൈസൻസ് ഉണ്ട്, രജിസ്ട്രേഷൻ ഇല്ലേ? അതുകൊണ്ട് സേഫ്റ്റി ചെക്ക് ചെയ്തിട്ടായിരിക്കും സാധനം ഉണ്ടാക്കുന്നവരാ. അതിന് പക്ഷേ സേഫ്റ്റി ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ അടി വെയിറ്റ് ഒന്നും ഇല്ല. അതായത് നമ്മുടെ അവിടെ പ്രോപ്പറായിട്ട് ചിലപ്പം പേപ്പറിൽ കാണുമായിരിക്കും ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്ന്. പക്ഷെ ആ ബേസ് വരുമ്പോൾ ശരിക്കും അടിയിൽ വെയിറ്റ് ഇട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ വേണം ഉണ്ടാക്കാൻ. കാരണം ഇതിപ്പം ഹൗസ് ബോട്ടിൽ ഇപ്പം 100-200 ആൾക്കാർ കയറുന്നില്ല. ഇപ്പൊ ബാക്കി ബോട്ടുകളുണ്ടല്ലോ, ഇപ്പൊ ഗവൺമെന്റ് മറ്റു ബസ് പോലെ ഓടിക്കുന്ന ബോട്ടുകളിലൊക്കെ മുകളിൽ എണ്ണം കയറിയിട്ട് ചെരിഞ്ഞ് കഴിയുമ്പോൾ അത് മറിഞ്ഞു പോകും. തന്നെയല്ല ഈ ഡബിൾ ഡെക്കർ പോലത്തെ സാധനമൊക്കെ വരുമ്പോ മുകളിലേക്ക് വെയിറ്റ് കയറിക്കൊണ്ടിരിക്കുമല്ലേ? അതാ ഇപ്പം തേക്കടിയിൽ മറ്റേ ഇത് കാണുന്നില്ലേ? പക്ഷെ ആ ബോട്ടിന് മുകളിൽ ഒരു വശത്ത് എല്ലാരും കൂടെ ഒരു വശത്തോട്ട് ഒരു ഇവിടെ ആനിമൽ വന്നു പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ ഒരു വശത്തോട് ഓടിക്കഴിഞ്ഞാൽ ആ ബോട്ട് ചിലപ്പോൾ പെട്ടെന്ന് പറയും. കാരണം അത് മുകളിലായിരിക്കും. അതിനനുസരിച്ചുള്ള വെയിറ്റ് താഴെ കൊടുക്കും. അതനുസരിച്ചുള്ള ഷേപ്പിൽ വേണം ഇത് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ താഴെ അതിനുള്ള വെയിറ്റ് കൊടുക്കാം. പണ്ടത്തെ ഈ പണ്ടത്തെ ചരക്ക് വെള്ളം എന്ന് പറയുമ്പോൾ അടിയിലായി ഈ അരിയും സാധനങ്ങളും ലോഡ് മുഴുവൻ. മനസ്സിലായോ? നമ്മുടെ കപ്പലുകൾക്കും അതുപോലെയാണല്ലോ, നല്ല അടിയിലേക്ക് നല്ല വെയിറ്റും 3-4 ഫ്ലോർ താഴത്തേക്കും ഉണ്ട്. അതുകൊണ്ടല്ലേ ഈ കണ്ടെയ്നർ മുകളിൽ ഇരിക്കുമ്പോൾ ഇത് ശരിയാ ഈ തിരയുടെ ഇതിൽ ഒലഞ്ഞാ പോരും. ഇത് മറിയാത്തതിന്റെ കാര്യം എന്താ വെച്ചാല് അടി വെയിറ്റ് വരും, അതിനനുസരിച്ചുണ്ട് ഫൗണ്ടേഷൻ ഉണ്ട്. പിന്നെ അതിന്റെ എഞ്ചിനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ അടിയിലോട്ടല്ലേ വരുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അത് മറ്റേ ഇവിടെ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞേ കമ്പന്തേനി പോകുന്ന ഈ പുളിമരമൊക്കെ ഇങ്ങനെ സൈഡിൽ പോയി കറക്റ്റ് കമ്പന്തേനി അങ്ങനെ ചെയ്താവുണ്ട്. അത് നമ്മുടെ അത് വെച്ചാൽ വിദേശത്തെ അതേപടി അഡോപ്റ്റ് ചെയ്യാന്നുള്ളതല്ല, നമ്മുടേതായുള്ള പ്രകൃതിയും. കാരണം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു 3 തട്ടാ ശരിക്കും. മൗണ്ടൻ ഉണ്ട്, ഒരു മിഡിൽ പോർഷൻ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, പിന്നെ ആലപ്പുഴ പോലെ വെള്ളക്കെട്ട് പോലത്തുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ 3 പോർഷനാണ്. അതും ഒരു ഇപ്പം വണ്ടിക്ക് പോകുമ്പോഴേ ഉള്ള ഒരു 3-6 വരെ പോകണമെങ്കിൽ, എറണാകുളത്ത് നിന്ന് 3-6 വരെ പോകണമെങ്കിൽ ഒരു 300-400 കിലോ 3-4 മണിക്കൂർ എടുക്കുന്നത്. പക്ഷെ അത് സ്ട്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 100 കിലോമീറ്ററിനുള്ളിലുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസമാണ് ശരിക്കും. ആ സ്ഥാനത്ത് അപ്പുറം കടന്നു കഴിഞ്ഞാൽ കമ്പം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് സ്ട്രൈറ്റ് കിടക്കുന്നത്. പിന്നെ അങ്ങ് കുറെ കിലോമീറ്ററുകൾ മാറിക്കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണല്ലോ തമിഴ്നാട് കിടക്കുന്നത്. അപ്പൊ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ തന്നെ ഇതേ രീതിയിൽ തന്നെയുള്ള റോഡുകൾ പെട്ടെന്ന് ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ അവിടെ ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ചുള്ള പിന്നെ പോപ്പുലേഷനും ഉണ്ട്. നമ്മുടെ ഏത് സ്ഥലത്ത് വന്ന ഏത് മലയുടെ മണ്ട പോലെ ആൾക്കാരുണ്ട്. കേരളത്തിന്റെ പ്രത്യേകത വെച്ചാൽ എവിടെ പോയാലും നമ്മൾ ഇപ്പം മറ്റൊരു സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ സിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ സിറ്റിയുടേതായിട്ടുള്ളതല്ലോ. ഇപ്പൊ ഇവിടെ ഇങ്ങനെയല്ലേ, ഇങ്ങോട്ട് വരുമ്പോ റോഡൊക്കെ എതിലെ വേണേലും അവർക്ക് പണിയാം. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ റോഡ് അങ്ങനെ പണിയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സാഹചര്യം. കാരണം എല്ലായിടത്തും ആൾക്കാരാ. അങ്ങനെ നമ്മുടെ യാത്ര ട്രക്കിയോട് അടുക്കുന്നു കേട്ടോ. ട്രക്കി ഹിൽസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ഇൻഡർസ്റ്റേറ്റ് 80 വരുമ്പോഴത്തേക്കും ചെയിനിട്ട് പോകേണ്ടത്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചെയിനിട്ട് പോകുന്ന വീഡിയോ ഒക്കെ ഈ ഒരു റൂട്ടുകളിൽ കൂടെയാണ്. അങ്ങകലെ മൗണ്ടൻസൊക്കെ എന്ത് കിടിലനായിട്ടാണ് കിടക്കാമെന്ന് നോക്കി. അതായത് മിനിഞ്ഞാന്ന് രാത്രി ഇവിടെ ഭയങ്കര സ്നോ ഉണ്ടായിരുന്നു. എന്നിട്ട് ആൾക്കാരെല്ലാം റോഡ് ക്ലോഷർ ആവുകയും പിന്നെ അതോടൊപ്പം ചെയിനൊക്കെ ഇട്ടിട്ടാണ് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ടൊക്കെ പോയത്. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ടിപ്പം ടെമ്പറേച്ചർ ഏകദേശം 10-ന് മുകളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായി നല്ല ബ്യൂട്ടിഫുള്ളായി കിടക്കുന്ന ഒരു സമയമാണ്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഭയങ്കര രസമാണ്. ഈ റൂട്ടിൽ കൂടെയുള്ള ഡ്രൈവ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. മൗണ്ടൻസ് ആണെങ്കിലും റോഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ എന്തായാലും മലയും പുഴയെല്ലാം കടന്ന് നമ്മളത് കണ്ട ഫേൺലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നെവാഡയിലുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഈ റൂട്ടിൽ വരുമ്പോഴത്തേക്കും നിർത്താറുള്ള ഒരു സ്ഥലമല്ലേ ഫേൺലി. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ ലേബർ കിടന്ന സ്ഥലം. അപ്പോൾ അവിടെ നിർത്തി നമുക്കൊരു കാപ്പി എടുത്തിട്ട് അങ്ങോട്ട് പോവാം. മുഖമൊക്കെ കഴുകി ഫ്രഷായി.
എന്തായാലും വിൻ്റർ സീസൺ അങ്ങ് മാറിയതോടുകൂടി നമുക്കൊരു സമാധാനമായി. ഇപ്പം റോഡിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ, എന്തായിരിക്കും എന്നുള്ളത്. അത് തന്നെ വലിയൊരു കാര്യം. നമുക്ക് നമ്മുടെ യാത്രയൊക്കെ ഏകദേശം ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുമല്ലോ. Thank you for shopping at Love's. അങ്ങനെ നമ്മുടെ സമയം ഏകദേശം 10 മണിയോളം അടുത്തു. ഇവിടെ 3 മണിക്കൂർ പുറകിലാണല്ലോ. നല്ലൊരു റെസ്റ്റ് ഏരിയ കണ്ടപ്പോഴത്തേക്ക് ഇവിടെ നിർത്തി നമുക്കൊന്ന് ബ്രേക്ക് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നല്ല ടെമ്പറേച്ചറാണ്. അപ്പം വെറുതെ രാത്രി ആവുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. ഒടുക്കത്തെ കാറ്റാട്ടോ. അത്യാവശ്യം കുറച്ച് പുഷപ്പ് അടിച്ചിട്ട് അകത്ത് പോയി ഡമ്പൽ